ഡിയർ ചിൽഡ്രൻ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് കോൺവെർസേഷൻ എന്ന ഡിസ്കോഴ്സാണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത്, അന്ന ആൻഡ് ദ ഫാറ്റ് ബോയ് ബിക്കെയിം ഫ്രണ്ട്സ്. They played with paper boats. Then she returned home happily. And Arundhati was waiting for her. What would be the possible conversation between them? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ അരുന്ധതിയും അതേപോലെ അന്നയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. എല്ലാം കഴിഞ്ഞ് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലെത്തിയതിന് ശേഷം. ഓക്കെ, സോ സിമ്പിൾ സെൻറ്റൻസിൽ മാത്രം നിങ്ങൾ എഴുതുക. 4ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഭയങ്കരമായിട്ടുള്ള കുറേ സെൻറ്റൻസുകളും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് നിങ്ങളൊരു 5 6 എഴുതി വെക്കുക. കാരണം 3 മാർക്കിൻ്റെ ആണോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺവെർസേഷൻ എഴുതണം. ഓക്കെ, അപ്പം ആദ്യത്തേത് അണ്ടാണ് ചോദിക്കുന്നത്. ഡിയർ അന്ന, യു കം ബാക്ക്. അവളെ കണ്ടപ്പം ചോദിക്കുകയാണ്, നീ വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അന്ന പറയാണ്, യെസ് അണ്ട്, ഐ ആം ഹോം. യെസ്, ഞാൻ വീട്ടിലെത്തി എന്ന് പറയാണ്. അണ്ട് പറയണേ, യു ലുക്ക് സോ ഹാപ്പി ഡിയർ. അവളെ കണ്ടപ്പോൾ തന്നെ പറയാണ്, നീ ഭയങ്കര ഹാപ്പി ആണല്ലോ. വാട്ട് ഹാപ്പൻ, എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പം അന്ന പറയാണ്, യെസ് ആൻഡ് ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ടുഡേ. ഇന്ന് എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറയാണ്. അപ്പം അണ്ട് ചോദിക്കുകയാണ്, ഹൂ ദാറ്റ് നോട്ടി ബോയ്. നോട്ടി ബോയ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അന്ന പറയാണ്, ഓ ആൻഡ് ഹി വാസ് എ നോട്ടി ബോയ് അറ്റ് ഫസ്റ്റ് ബട്ട് ഹി ഈസ് ഗുഡ് ബോയ് ടു. ഹി ഈസ് എ ഗുഡ് ബോയ് ടു. അവനൊരു നല്ല കുട്ടി കൂടിയാണെന്ന് പറയാണ്. അപ്പം അണ്ട് ചോദിക്കുക, യെസ് ഇറ്റ്, അങ്ങനെയാണോ? അപ്പോൾ അന്ന് റിപ്ലൈ കൊടുക്കുകയാണ്, യെസ്, വെൻ മൈ ബോട്ട് ഹിറ്റ് എ ഹീപ്പ് ഓഫ് മഡ് ഹി ജംപ്ഡ് ടു ദ സ്ട്രീം ആൻഡ് ഗേവ് ബാക്ക് മൈ ബോട്ട്. അങ്ങനെ അവർ നടന്ന സംഭവം, അവളുടെ ബോട്ട് മൺകൂനയിൽ പോയിട്ട് ഇടിക്കുന്നതും അത് അവൻ എടുത്തു കൊടുക്കുന്നതൊക്കെ പറയാണ്. അണ്ട് പറയണ, ഹോ സോ ഹി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഡിയർ. അത് അപ്പോൾ അവനൊരു നല്ല ചങ്ങാതിയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്നെ പറയാണ്, യെസ് ആൻഡ് ഐ എം സോ ഹാപ്പി, അല്ലെങ്കിൽ ഐ എം സോ ഹാപ്പി ടുഡേ. അത്രയുമാണ് ആ ഒരു കോൺവെർസേഷൻ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. സിമ്പിളായിട്ട് ഇതേപോലെയാണ് നിങ്ങൾ ഏതൊരു കോൺവെർസേഷൻ വന്നാലും എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡിങ് ഓൺ ദ ഡക്ക് ഇവാൻ ഹേർഡ് ദ പ്രഡിക്ഷൻ ഓഫ് ദ ക്രെയിൻസ് അബൌട്ട് ദ storm. He informed it to the captain. What would be the possible conversation between them? So ഇവിടെ ക്യാപ്റ്റനും നമ്മുടെ ഇവാനും തമ്മിലുള്ള ആ ഒരു ബോട്ടിൽ നിന്നുള്ള ക്രെയിൻസിൻ്റെ ആ ഒരു പറയാണ്, ക്രെയിൻസിൻ്റെ സംസാരം ഇവൻ കേൾക്കുകയാണ്. സ്ട്രോം വരും, കൊടുങ്കാറ്റടിക്കും എന്നൊക്കെ ഇവൻ കേൾക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ നടക്കാനിടയുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി മാത്രം ഉത്തരം എഴുതുക, കറക്റ്റ് കോൺവെർസേഷൻ എഴുതുക. ഓക്കെ, എന്താണ് ചോദ്യം, എപ്പോഴുള്ള ചോദ്യമാണ്, ഏത് സന്ദർഭത്തിലുള്ള, എന്താണ് അവർ എഴുതാൻ പറയുന്നത്, ചോദ്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഉത്തരം എഴുതുക. ഓക്കെ, അത് ഏത് ചോദ്യമാണെങ്കിലും. അപ്പോൾ ഉത്തരം നോക്കാം. ഇവാൻ പറയാണ്, ഡിയർ ക്യാപ്റ്റൻ, ലെറ്റ്സ് മൂവ് ടുവേർഡ്സ് ഹാർബർ. അപ്പം എന്താ പറയുന്നത്, ഷിപ്പ് നിർത്തിയിടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഹാർബർ അല്ലേ. അങ്ങോട്ട് പോവാം, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാമെന്ന് ക്യാപ്റ്റനോട് പറയാണ്. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുകയാണ്, വൈ മൈ ഡിയർ ബോയ്, എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവാൻ എന്താ പറഞ്ഞാൽ, ഐ ഹേർഡ് ദ പ്രഡിക്ഷൻ ഓഫ് ക്രെയിൻസ്. ഞാൻ എന്ത് കേട്ടു, ഹേർഡ് കേട്ടു, പ്രഡിക്ഷൻ ഓഫ് ക്രെയിൻസ് പറയുന്ന അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ക്യാപ്റ്റൻ, വാട്ട് ആർ യു സേയിങ്, യു സില്ലി ബോയ്, കീപ് ക്വൈറ്റ്. നീ എന്താ പറയുന്നത് അല്ലേ, മിണ്ടാതിരിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ഇവാൻ പറയാണ്, ക്യാപ്റ്റൻ, ഐ എം സേയിങ് ദ ട്രൂത്ത്. ഞാൻ എന്താ പറയുന്നത്, സത്യമാണ് പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുക, ട്രൂത്ത്, സത്യോ? അപ്പോൾ ഇവാൻ പറയാണ് എന്ത്, യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. എനിക്ക് എന്ത് മനസ്സിലാവും, ബേർഡ്സിൻ്റെ ലാംഗ്വേജ് മനസ്സിലാവും. അപ്പം ക്യാപ്റ്റൻ ഒരു സംശയം അപ്പോഴും ഉണ്ട്, വാട്ട്, എന്ത്, എന്നാലും ഓക്കെ പറയണം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഹാർബർ ആൻഡ് സീ. നമുക്ക് ഹാർബറിലേക്ക് പോവാം, എന്നിട്ട് നോക്കാം. അപ്പം ഇവാൻ പറയാണ്, താങ്ക് യു ക്യാപ്റ്റൻ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ നിങ്ങൾ എഴുതിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ പാഠഭാഗത്ത് സെൻറ്റൻസ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളത് അല്ലേ. ബാക്കി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വൈ വെച്ചിട്ടും വാട്ട് വെച്ചിട്ടൊക്കെ WH വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ആക്കാനും അതിൻ്റെ ഉത്തരം പറയാനും ഒക്കെ അറിഞ്ഞാൽ മതി, സിമ്പിളായിട്ട് അറിഞ്ഞാൽ മതി. അപ്പം ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതുക. കോൺവെർസേഷൻസ് ഇത്ര സിമ്പിളാണെന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എഴുതുക കോൺവെർസേഷൻ. ഓക്കെ.